18ാമത് ലോക്സഭാ ഇലക്ഷൻ പൂർത്തീകരിച്ചിരിക്കുകയാണല്ലോ. പുതിയ സർക്കാർ ഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്വതന്ത്രാന്തര ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ എന്നായിരുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാം. 1951 ഒക്ടോബർ 25 തുടങ്ങി 1952 ഫെബ്രുവരി 21 വരെ നീണ്ടുനിന്ന 68 പേസുകളിലൂടെയാണ് ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടത്തപ്പെട്ടത്. 25 സംസ്ഥാനങ്ങളിലായി 401 കോൺസ്റ്റിറ്റ്യുവൻസീസും 489 സീറ്റുകളുമായിരുന്നു ആദ്യത്തെ ലോക്സഭാ ഇലക്ഷൻ ഉണ്ടായിരുന്നത്. 314 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം പ്രകാരമായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടത്. 86 കോൺസ്റ്റിറ്റ്യുവൻസീസിൽ 2 പേരെ വെച്ച് തിരഞ്ഞെടുക്കപ്പെടേണ്ടതായിട്ട് ഉണ്ടായിരുന്ന ഒരു ജനറൽ കാറ്റഗറിയിൽ ഒരു കാൻഡിഡേറ്റും അതുപോലെ തന്നെ SC/ST ഒരു കാൻഡിഡേറ്റും. 1960 ഇത്തരത്തിലുള്ള ഡുവൽ റെപ്രസെൻറ്റേഷൻ നിർത്തലാക്കിയത്. 1951 സെൻസസ് പ്രകാരം ഉണ്ടായിരുന്ന 36 കോടി ജനങ്ങളിൽ 17 കോടി ജനങ്ങളാണ് ആദ്യത്തെ ലോക്സഭാ ഇലക്ഷന് പോൾ ചെയ്തത്. ഏറ്റവും കുറഞ്ഞ പ്രായപരിധി വോട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നത് 21 വയസ്സും ആയിരുന്നു. 489 മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് 364 വിജയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷി വിജയമായി പ്രതിപക്ഷ സ്ഥാനത്ത് 16 സീറ്റുകളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ